ഏത് ഫ്ലവർ ഷോ ഏത് ഫ്ലവർ ഷോ കാട്ടിത്തരാം കേട്ടോ. അങ്ങനെ ലാൽബാഗ് എത്താനായിരിക്കുന്നു. നേരെ പോയാൽ അവിടെ ലാൽബാഗാണ്. അങ്ങനെ ലാൽബാഗിലേക്ക് പോയിക്കൊണ്ടുണ്ട്. അപ്പോൾ ഈ തവണ എന്താണെന്ന് വെച്ചാൽ അകത്തേക്ക് പാർക്കിംഗ് ഒന്നും തന്നിട്ടില്ല. പാർക്കിംഗ് ചെയ്യണമെങ്കിൽ പ്രൈവറ്റായിട്ട് അപ്പുറത്ത് തന്നെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ചെയ്യണം പാർക്കിംഗ്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറിയിരിക്കുന്നു. നല്ല തിരക്കായിരുന്നു. തിരക്കെന്ന് വെച്ചാൽ കുറവായിരുന്നു. രാവിലെ ആയക്കായിരുന്നു കുറച്ച് തിരക്ക് കുറവായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞാൽ തിരക്ക് കൂടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറി. രാവിലെ തന്നെ നല്ല തിരക്കുണ്ട്. ചെടികൾ ചെടികൾ അങ്ങനെ ഈ സെക്ഷനിൽ ഫുള്ള് എന്താന്ന് വെച്ചാൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ചെറിയ ചെറിയ കായ്കൾ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒക്കെ എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് ഉണ്ടായത്, അതിനെ കുറിച്ചൊക്കെ എല്ലാം എക്സ്പ്ലെയിൻ ആക്കിയിട്ട് ഇവിടെ കുറേ വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. കണ്ണടക്കാർക്ക് മനസ്സിലാവും. ഉണ്ട് കപ്പുണ്ട്. എന്തെങ്കിലും മേടിക്കണമെങ്കിൽ അങ്ങനെ ഇത് ഞാൻ ഇതാരാന്ന് ഗസ്. അങ്ങനെ അങ്ങോട്ടേക്കാണ് ഫ്ലവർ ഷോ. നേരെ പോകുന്ന ഗ്ലാസ് ഹൗസിലേക്കാണ്. ഞങ്ങൾ ഇവിടുത്തെ ഗേറ്റ് നമ്പർ 3 എൻട്രി ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അതിൽ കൂടെ വരുന്ന കൂട്ടാണ്. നല്ല തിരക്കുണ്ട് രാവിലെ തന്നെ. അപ്പം ഇനി വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും ഇനിയും തിരക്കുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. രാവിലെ വന്ന കാരണം കഴിച്ചതായി വേഗം വേഗം കണ്ടുപോകും. കുറച്ച് കഴിഞ്ഞിട്ട് വന്നാലൊന്നും ഇവിടെ തീരെ കാണാൻ പറ്റൂല. ഇതാണ് രാവിലത്തെ തിരക്ക്. തിരക്ക് അങ്ങനെ നമ്മളുടെ ഡോക്ടർ അംബേദ്കറിനെ കണ്ടൂലേ. അപ്പോൾ അതിൻ്റെ ഇതിനെ കുറിച്ച് അധികമൊന്നും കാണാനൊന്നും പറ്റില്ല. കൂടെ ഒന്നാളും ഭയങ്കര തിരക്കുള്ള ഒരാളായി കഴിഞ്ഞ് പോരേണ്ടി വന്നു. അപ്പം കാണാൻ പറ്റിയത് 18-ാം തീയതി എടുക്കും. പിന്നെ അവിടെ കുറേ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്തായാലും ഇല്ല പോവില്ല.
ഫോട്ടോ ഒക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തിരക്ക് അത്രയ്ക്കായതുകൊണ്ട് ഒന്നിനും ചാൻസില്ല. എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് വീക്കെൻഡിൽ തന്നെ സാറ്റർഡേ സൺഡേ മാത്രം 64 ലാക്സ് ടിക്കറ്റ് സെയിലായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സാറ്റർഡേ സൺഡേ ആണ്. അതല്ല ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ അധികം ഉണ്ടാവുമായിരുന്നു തിരക്കെന്ന് വിചാരിച്ചിട്ട് അതിനൊന്നും നിന്നില്ല. ഇതിനാട്ടിൽ അടിപൊളിയായിട്ട് ഞാൻ കാണിച്ചത് ഊട്ടി നമ്മൾ പോവാം. തിരക്കൊന്നാമത് തലവേദന. അതിന് ഞാൻ എന്ത് വേണം? അല്ല, അങ്ങനെ പോയത് പോയി. എന്തായാലും മൂഞ്ചിന്ന് തന്നെ പറയാം. അതാണ് ശരിക്കും എൻ്റെ കൂടെ സംഭവിച്ചത്. അപ്പോൾ റിട്ടേൺ പോവണം. ഇത്രക്കൊക്കെ കറങ്ങിയുള്ളൂ. വണ്ടി വരാടാ. സാഡ് ഗൈസ്. എന്തോ കാണാൻ പറ്റില്ല എന്നൊരു ഫീലിംഗ്. അപ്പോൾ സോറി. ഇപ്പൊ കണ്ടില്ലേ, കുഞ്ഞും തിരക്കാവും. ഞങ്ങൾ എന്തായാലും എത്തിക്കായി.